മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കനൽ കടന്ന കനൽ വഴികൾ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പാഠവും പൊരുളും നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്നേ ദിവസം എട്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ നടത്തുക. 7-ാം പാദം ആണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത്. 81 മുതൽ പേജ് നമ്പർ 81 മുതൽ 86 വരെയുള്ള പേജുകളിലാണ് ഈ 7-ാം പാദം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, അങ്ങയുടെ അരുമശിഷ്യനായ തോമാശ്ലീഹായിലൂടെ ദൈവവചനവും വലിയ ദൈവിക സ്നേഹത്തിൻ്റെ നന്മകളും ചൈതന്യവും പൂർവികരിലൂടെ ഞങ്ങളിലേക്ക് പകർന്നു നൽകിയല്ലോ. ആ സഭാ ചൈതന്യം യഥാവിധം പഠിക്കുവാനും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാനും സഭ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ പൂർവികരെ കൂടുതൽ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ സഭയുടെ പാരമ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെ, നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ സഭയെ കൂടുതൽ സ്നേഹിക്കുവാനും തീക്ഷ്ണതയോടെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് ഇത് നമുക്ക് പ്രവേശിക്കാം. 7-ാം പാദമാണ് നമ്മളിന്ന് പഠിക്കുക. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ പാഠപുസ്തകവും കൂടി, പുസ്തകങ്ങളുടെ വർത്തമാന പുസ്തകം കൂടി നിങ്ങൾ വായിക്കുമല്ലോ. അതും കൂടി ഇതിൻ്റെ കൂടെ വായിച്ചു വേണം പോകണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ പറയുന്നതിൻ്റെ അതിൻ്റെ പാഠവും ഓരോ പാഠത്തിൻ്റെയും പൊരുളെന്താണ് എന്ന് പലപ്പോഴും അറിയാൻ സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പാഠവും പൊരുളും ചരിത്ര വിചാരം എന്ന കാര്യം കൊടുത്തിരിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഓരോ പാഠവും നല്ലപോലെ പഠിച്ചു പോയെങ്കിൽ മാത്രമേ, മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യമെന്താണ്, അതിൻ്റെ പൊരുളെന്താണ് എന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ സഭയെ കൂടുതൽ അടുത്തറിയുവാനും സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഓരോ പൂർവികരെയും തിരിച്ചറിയുവാനും സഭയെ സ്നേഹിക്കാതെ സ്നേഹത്തിൻ്റെ പേരിൽ സഭയെ ചൂഷണം ചെയ്ത വേദനിപ്പിച്ചവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകത്തിലെ 7-ാം പാദത്തെ ആസ്പദമാക്കി അങ്കമാലി യോഗാന്തര സംഭവങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നടത്തുക. അങ്കമാലി യോഗവും സമുദായ നന്മയ്ക്കായുള്ള പോരാട്ടവും ഈ ഭാഗത്തെ പ്രധാനമായും 5 ആശയങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. 1, മാത്തൻ കത്തനാരും സമുദായ ബോധവും. അങ്കമാലിയിലെ ഔദ്യോഗിക യോഗം കഴിഞ്ഞ് പലരും പിരിഞ്ഞുപോയ ശേഷമാണ് കടനാട്ടുകാരനായ മാത്തൻ കത്തനാർ അവിടെ എത്തുന്നത്. യോഗം കഴിഞ്ഞതിൽ അദ്ദേഹം അതീവ ദുഃഖിതനായെങ്കിലും അവിടെ ബാക്കിയുണ്ടായിരുന്നവരെ വിളിച്ചുകൂട്ടി അദ്ദേഹം സംസാരിച്ചു. കേവലം പാതിരുമാരുമായി രമ്യതയിലായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും സമുദായത്തിന് ഒരു നാഥനായി അർക്കദിയാക്കോൻ ഉണ്ടായേ തീരുവെന്നും അദ്ദേഹം വാദിച്ചു. ഇവിടെ കടനാട്ടുകാരനായ മാത്തൻ കത്തനാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതായിരുന്നു, അല്ലെ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ഇതായിരുന്നു: പാതിരിമാരുമായിട്ടൊരു രമ്യതയിൽ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് സമുദായത്തിനൊരു നാഥനായിട്ട് അർക്കദിയാക്കോൻ, ആർച്ച് ഡീക്കൻ ഉണ്ടായേ തീരൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് സമുദായത്തിൻ്റെ നന്മയ്ക്കായി നിലകൊള്ളേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രമാണികളുടെ സ്വാർത്ഥതയും ഇരട്ടത്താപ്പും. മാത്തൻ കത്തനാരുടെ വാദങ്ങൾ യുക്തിഭദ്രമായിരുന്നെങ്കിലും യോഗത്തിലെ ചില പ്രമാണിമാർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. അതിൻ്റെ കാരണം വ്യക്തമാക്കി പറയുകയാണ്: അർക്കദിയാക്കോൻ വന്നാൽ തങ്ങളുടെ അധികാരവും തോന്നിവാസങ്ങളും നടക്കില്ലെന്ന് അവർ ഭയപ്പെട്ടു. പാതിരിമാരെ സേവിച്ച്
സ്വന്തം കാര്യങ്ങൾ സാധിക്കുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. പുറമേ സമ്മതം മൂളിയെങ്കിലും ഉള്ളിൽ അവർ ഈ നീക്കത്തെ എതിർത്തു എന്ന് മനസ്സിലാക്കണം നമ്മൾ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കുഞ്ചാക്കോ കത്തനാരും നിലപാടുകളിലെ മാറ്റവും. ആദ്യം അർക്കദിയാക്കോനെ നിയമിക്കണമെന്ന് ആവേശത്തോടെ വാദിക്കുകയും മാത്തൻ കത്തനാർക്ക് കത്തയക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു കാഞ്ഞിരപ്പള്ളി കുഞ്ചാക്കോ കത്തനാർ. എന്നാൽ പിന്നീട് പാതിരിമാരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റി. അർക്കദിയാക്കോനെ സംരക്ഷിക്കാൻ സമുദായത്തിന് സാമ്പത്തിക ശേഷിയില്ലെന്ന ബാലിശമായ ന്യായമാണ് അദ്ദേഹം നിരത്തിയത്. അതിൻ്റെ കാരണം ഉള്ളിൽ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അത് പാതിരിമാരുടെ സ്വാധീന വലയത്തിൽ ആയി എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഈ കുഞ്ചാക്കോ കത്തനാരാണ് ആദ്യം അർക്കദിയാക്കോനെ നിയമിക്കണമെന്ന് ആവേശത്തോടെ വാദിച്ചയാൾ എന്നുള്ളതാണ്. പക്ഷേ പാതിരിമാരുടെ സ്വാധീനം എത്രമാത്രമുണ്ട് എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതിൻ്റെ കാരണം ഇതാ പറയുന്നത്, സ്വന്തം ലാഭത്തിനായി സമുദായത്തെ താല്പര്യപൂർവ്വം ബലി കഴിച്ച വ്യക്തിയായി അദ്ദേഹം ഇവിടെ ചിത്രീകരിക്കപ്പെട്ടതാണ്. അതായത് സ്വന്തം ലാഭത്തിനായിട്ട് സമുദായ താല്പര്യത്തെ ബലി കഴിച്ച വ്യക്തിയായിട്ട് അദ്ദേഹം ഇവിടെ ചിത്രീകരിക്കപ്പെടുകയാണ്. അതായത് ഈ സഭയുടെ ചരിത്രം വർത്തമാന പുസ്തകത്തിലൂടെ മനസ്സിലാക്കി വരുമ്പോൾ സഭയ്ക്കുള്ളിലിരുന്നവർ തന്നെ അവരെ സ്വാധീനിച്ചുകൊണ്ട്, പാതിരിമാർ ചെയ്ത കാര്യം അവരെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ അന്തഃഛിദ്രമുണ്ടാക്കുകയാണ്. പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയാണ് മുന്നോട്ട് പോവുക. അതാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. അതിൻ്റെ വളരെ വ്യക്തമായ കാര്യമാണ് കുഞ്ചാക്കോ കത്തനാരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റം വന്നത്. ആദ്യം അർക്കദിയാക്കോനെ വേണമെന്ന് പറയുന്നു. പാതിരിമാരുടെ സ്വാധീന ബലത്തിലായി കഴിയുമ്പോൾ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമുദായ താല്പര്യത്തെ ബലി കഴിച്ച് പോകുന്ന വ്യക്തിയായി മാറുകയാണ്. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പള്ളിക്കാരും മെത്രാപ്പൊലീത്തായും. മാത്തൻ കത്തനാരോടൊപ്പം വർഗീസ് കത്തനാരും ചേർന്ന് കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്തായുടെ എഴുത്തുകാരനായ ജനോം പാതിരിയെ കണ്ട് അർക്കദിയാക്കോനെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടും. എന്നാൽ മലങ്കരയിലെ എല്ലാ പള്ളിക്കാരും ഒരുമിച്ച് വന്ന് അപേക്ഷിച്ചാൽ മാത്രമേ ഇത് പരിഗണിക്കൂ എന്ന് മെത്രാപ്പൊലീത്ത മറുപടി നൽകി. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറയുകയാണ്. മലങ്കര സഭയിലെ സമുദായത്തിലെ അനൈക്യം ഈ ഘട്ടത്തിൽ വലിയ തടസ്സമായി മാറുകയാണ് ചെയ്തത്. കാരണം ഈ സമുദായത്തിൻ്റെ ഉള്ളിൽ നല്ല അനൈക്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ്, കാരണം അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട കുഞ്ചാക്കോ കത്തനാരുടെ നിലപാടുകൾ മാറ്റം വന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ സമുദായത്തിൽ തന്നെ അനൈക്യമുള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞത് മലങ്കര പള്ളിയിലെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അർക്കദിയാക്കോനെ നൽകാമെന്ന് പറയുകയാണ്. അഞ്ചാമത്തെ കാര്യം ഇതാണ്, പ്രതിസന്ധികൾ ദൈവഹിതത്തിൻ്റെ അടയാളമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് ദൈവഹിതമല്ല എന്നതിൻ്റെ സൂചനയല്ല, മറിച്ച് ദൈവഹിതം നടപ്പാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് എന്ന് ഗ്രന്ഥകാരൻ ഇവിടെ സമർത്ഥിക്കുകയാണ്. ദാവീദ് രാജാവിൻ്റെയും ഇസ്രായേൽ ജനതയുടെയും കർത്താവായ ഈശോ മിശിഹായുടെയും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗ്രന്ഥകാരൻ ഇക്കാര്യം സമർത്ഥിക്കുക. അദ്ദേഹം പറയുന്നു, ക്ലേശങ്ങൾ സഹിച്ചാലും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടണമെന്ന് ഈ ഭാഗം നമ്മെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ 7-ാം പാദത്തിൻ്റെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വർത്തമാന പുസ്തകത്തിൻ്റെ പുസ്തകം കൂടി നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. 81 മുതൽ 86 വരെയുള്ള ഭാഗങ്ങളാണ്, പേജുകളാണ്. അതുകൂടി എല്ലാവരും വായിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു ചരിത്ര അവബോധം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്ലാസ്സിലൂടെ തന്നെ നമുക്കത് പറ്റത്തില്ല. പക്ഷെ നമുക്ക് പാഠപുസ്തകം വായിക്കാനായിട്ട്, വർത്തമാന പുസ്തകം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഗൈഡ് ലൈൻ പോലെ കണ്ടാൽ മതി. അതോടൊപ്പം തന്നെ ഇനി തരുന്ന ക്വസ്റ്റ്യൻ ആൻസർ കൂടി നമ്മൾ പഠിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുമല്ലോ. അപ്പം കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.
അങ്കമാലിയിൽ യോഗം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഏറെ സങ്കടപ്പെട്ട കടനാട്ടുകാരനായ പണ്ഡിതൻ ആര്? മാത്തൻ കത്തനാർ. മാത്തൻ കത്തനാർക്ക് അങ്കമാലിയിലേക്ക് വരണമെന്ന് കാണിച്ച് ആദ്യം കത്തയച്ചത് ആരായിരുന്നു? കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ചാക്കോ കത്തനാർ. സമുദായത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ പാതിരിമാരുടെ ഉറപ്പുകൾക്ക് പുറമെ എന്തു വേണമെന്നാണ് മാത്തൻ കത്തനാർ വാദിച്ചത്? ജാതിക്ക് തലവനായൊരു അർക്കദിയാക്കോൻ ഉണ്ടാവണം. അർക്കദിയാക്കോൻ ഉണ്ടാകുന്നതിനെ ചില പ്രമാണിമാർ ഉള്ളാലെ എതിർത്തത് എന്തുകൊണ്ട്? ഒരു നാഥനുണ്ടായാൽ തങ്ങളുടെ സ്വാധീനശക്തി കുറയുമെന്നവർ ഭയപ്പെട്ടു. മാത്തൻ കത്തനാരോടൊപ്പം നിന്ന് അർക്കദിയാക്കോൻ്റെ കാര്യത്തിനായി പരിശ്രമിച്ച സമർത്ഥനായ തെക്കൻ പറവൂർക്കാരൻ ആര്? വർഗീസ് കത്തനാർ. മെത്രാപ്പൊലീത്തായുടെ എഴുത്തുകാരനായ ഏതു പാതിരിയാണ് അർക്കദിയാക്കോനെ നിയമിക്കുന്ന കാര്യത്തിൽ സഹായം വാഗ്ദാനം ചെയ്തത്? ജനോം പാതിരി. അർക്കദിയാക്കോനെ പോറ്റാനുള്ള വക സമുദായത്തിനില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഈ നീക്കത്തെ എതിർത്തത് ആര്? കുഞ്ചാക്കോ കത്തനാർ. കുഞ്ചാക്കോ കത്തനാർ തൻ്റെ നിലപാട് മാറ്റാൻ കാരണമായി ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാണിക്കുന്ന വേദപുസ്തകം തത്വമേത്? നിയമാവർത്തനം 16:19 കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതിമാനെ നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ മലങ്കരയിൽ എത്ര പള്ളികൾ ഉണ്ടായിരുന്നു എന്നാണ് പാഠഭാഗത്തിൽ പറയുന്നത്? 172 പള്ളികൾ. അർക്കദിയാക്കോനെ നിയമിക്കണമെന്ന അപേക്ഷ സ്വീകരിക്കാൻ മെത്രാപ്പൊലീത്ത മുന്നോട്ട് വച്ച നിബന്ധന എന്തായിരുന്നു? മലങ്കര പള്ളിക്കാർ എല്ലാവരും ഒരുമിച്ച് വന്ന് അപേക്ഷിക്കണം. ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന ചിന്തയെ ഗ്രന്ഥകാരൻ ഖണ്ഡിക്കുന്നത് ആരുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്? വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ